ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ദാ ഒരു നല്ല സ്മാർട്ട് ഫോൺ എൻ്റെ കയ്യിലിരിക്കുന്നത്. വിലയ്ക്ക് ഒത്ത ഒരു ഫോണാണ്. ഇൻഫിനിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ഒരു ഫോൺ മാർക്കറ്റിനെ പിടിച്ച് കുലുക്കുമെന്നാണ് പറയുന്നത്. സോ കുലുങ്ങുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ സ്പെക്ക്, പ്രൈസ് ഇത് രണ്ടും കൂടിയുള്ള പ്രൊപ്പോർഷൻ നോക്കിയാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്നുള്ളതിലാണ് അവർ പറഞ്ഞു വെക്കുന്നതും നമുക്ക് തോന്നുന്നതും. എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കിഡിലൻ സ്പെക്കുകളെല്ലാം കൂടെ അവർ കൊടുക്കാൻ പോകുന്നത് വെറും 10,499 എന്ന് പറയുന്ന ഓഫർ പ്രൈസിലാണ്. ലോഞ്ച് ടൈമിലെ ലോഞ്ച് പ്രൈസാണ്. എങ്കിൽ പോലും ആ ഒരു പ്രൈസിന് ഈ പറഞ്ഞ കിഡിലൻ സംഭവങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. എന്തായാലും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ഫോണിൻ്റെ കൂടെ ഒരു എക്സ് ബോയിനെ കൂടി അവർ അയച്ചു തന്നിട്ടുണ്ട്. എക്സ് ബോയ്. സോ ഇത് ഇൻഫിനിക്സിൻ്റെ ഒരു സെറ്റപ്പാണ് കേട്ടോ. അവരുടെ ഒരു ടോയ് ആണ്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇതാണ് എക്സ് ബോയ്, ഇൻഫിനിക്സിൻ്റെ എക്സ് ബോയ്. അങ്ങനെയുണ്ട് ചങ്ങാതി, കൊള്ളാവോ? എന്തായാലും ഇവനോടെ ഡെസ്കിലിരിക്കട്ടെ. നമുക്ക് ഫുൾ ടൈം നമ്മുടെ സൈഡിൽ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇൻഫിനിക്സ് നോട്ട് 50Xൻ്റെ ബോക്സ്. നമുക്കിത് അങ്ങ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഫോൺ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇൻഫിനിക്സ് നോട്ട് 50X. നല്ല ഡ്യൂറബിളായ ഡിസൈനാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാം. അതിന് മുമ്പ് ബോക്സിൽ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ, അതിൽ കുറച്ച് സ്പെക്കും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ചാൽ കേസ് നല്ല ക്വാളിറ്റി കേസാണ്. സോ ഇതും മാറ്റി വയ്ക്കാം. ചാർജർ 45 വാട്ടിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കേബിൾ, സിം ടൂൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൈപ്പ് എ ടു ടൈപ്പ് സി ആണ് കേബിൾ. സോ ഇത്രയും കാര്യങ്ങൾ മാറ്റി വയ്ക്കാം. ബോക്സേ മാറ്റി വയ്ക്കാം. സോ ഇതാണ് ഇൻഫിനിക്സ് നോട്ട് 50X എന്ന് പറയുന്ന ഫോൺ. ജം കട്ട് ക്യാമറ ഡിസൈനാണ്. ഒപ്പം തന്നെ ഹാലോ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നോട്ടിഫിക്കേഷനുകൾ വരുമ്പോഴോ പല സാഹചര്യങ്ങളിലും നോട്ടിഫിക്കേഷൻ ഈ ഒരു ഭാഗത്ത് ഒരു റിംഗ് ലൈറ്റ് പോലെ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നത് കാണാം. സോ നോട്ടിഫിക്കേഷൻസും വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ടൈമിലും ഒക്കെ ഇത് വർക്ക് ചെയ്യും. സോ യൂസ്ഫുൾ ആണെന്ന് സാരം. ഈ ഒരു കളർ സീ ബ്രീസ് ഗ്രീൻ എന്ന കളറാണ്. ഇത് 3 കളറിൽ വരുന്നുണ്ട്. 3 കളർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സീ ബ്രീസ് ഗ്രീൻ, അതേപോലെ എൻചാന്റഡ് പർപ്പിൾ, ടൈറ്റാനിയം ഗ്രേ. സോ 3 കളറിൽ നിന്ന് ഇഷ്ടമുള്ളൂ നോക്കിയിട്ട് ചൂസ് ചെയ്യാം. 7.98 mm ആണ് തിക്നെസ്. അതായത് സ്ലിം ആയ ഒരു ഫോണാണ്. 198 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ലൈറ്റ് വെയിറ്റുമാണ്. ഇതിൽ വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. 2 സിം അല്ലെങ്കിൽ ഒരു സിമ്മും മെമ്മറി കാർഡ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒപ്പം തന്നെ ഇതിന് IP64 റേറ്റിംഗ് ഉണ്ട്. മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. അതായത് പെട്ടെന്ന് താഴെ വീണാലും കംപ്ലൈൻറ്റ് വരുന്ന ഒരു അവസ്ഥയല്ല. നല്ല ഡ്യൂറബിൾ ആയ ഫോൺ തന്നെയാണ്. സോ ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്, ഡ്യൂറബിൾ ആണ്, നല്ല ഡിസൈനുമാണ്. എങ്ങനെയുണ്ട് സംഗതി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കാണാനുള്ള കാര്യമൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് അടങ്ങുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ്. 12,000 രൂപയുടെ ഫോണാണ് കേട്ടോ. ഈ പറഞ്ഞ എല്ലാ ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും ഉൾപ്പെടുത്തി അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ഈ ഒരു പ്രൈസിന് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. ഡയമൻസിറ്റി 7300 അൾട്ര എന്ന് പറയുന്ന പ്രോസസ്സറാണ്. യാതൊരു വിഷയമില്ല, വളരെ സ്മൂത്ത് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം LPDDR4X റാമും UFS 2.2 സ്റ്റോറേജുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്മൂത്തായ പെർഫോമൻസ് ഉണ്ട്. ഇതിനാകെ വരുന്നത് 2 വേരിയൻ്റാണ്. 6GB റാം, 128GB സ്റ്റോറേജ്. തുടങ്ങുന്നത് 6GB റാമിലാണ്. പിന്നെ 8GB റാം മോഡലും ഉണ്ട്. 8GB റാം, 128GB സ്റ്റോറേജ്. അത്രയും റാം കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ മെം ഫ്യൂഷൻ റാം എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ റാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രീ ഫയറും കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ആ ഒരു ബെനിഫിറ്റോട് കൂടിയിട്ട് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റും. BGMI ഒക്കെ നിങ്ങൾ അവിടെ കാണുന്ന പോലെ 60 FPS ഈ കാണുന്ന രീതിയിൽ നൈസായിട്ട് കളിക്കാൻ പറ്റും. സ്മൂത്ത് ആയിട്ടുള്ള ഗെയിം പ്ലേയും കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഗെയിമിങ്ങിനും വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഗെയിം മോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പെർഫോമൻസ് ലെവൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് പെർഫോമൻസ് മാത്രമല്ല, താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷനുകൾ കാണാം. സോ ഗെയിമിങ്ങിന് വേണ്ടുന്ന ഒട്ടനവധി ഓപ്ഷനുകളും കാര്യങ്ങളും ഈ ഒരു ഗെയിം മോഡിൻ്റെ ആ ഒരു ഗെയിം ബാറിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഒക്കെ വേണ്ട രീതിയിൽ എനേബിൾ ചെയ്ത് ഉപയോഗിച്ച് അടിപൊളിയായിട്ട് കളിക്കാം. ഒപ്പം തന്നെ ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ നല്ല ബാറ്ററി സെറ്റപ്പ് വേണം. 5500 mAh ബാറ്ററിയും 45 വാട്ട് ചാർജിങ്ങും ഓൾറെഡി ഇതിലുണ്ട്. ഇത് കൂടാതെ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജർ കണക്ട് ചെയ്തിട്ട് കളിക്കാൻ വരുന്ന ബൈപ്പാസ് ചാർജിങ് സംവിധാനവും ഇതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ഗെയിമിങ്ങിന് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഫോൺ ഇവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നന്നായിരിക്കുന്നു സ്പെക്ക് വൈസ് കാണാനൊക്കെ. ചാർജർ കണക്ട് ചെയ്തിട്ട് കളിക്കുന്നത് ഒഴിവാക്കിയാൽ നല്ലതാണ്. എന്നാലും അതിനുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ ചാർജിങ്ങും ബാറ്ററിയും പറയുമ്പോൾ തന്നെ റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ വേണമെങ്കിൽ ഈ ഒരു ഫോൺ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ ഏതെങ്കിലും ചെറിയ ഇയർബഡോ അല്ലെങ്കിൽ വേറെ ഫോണുകളും അത്യാവശ്യം ചാർജ് ചെയ്തെടുക്കാം. പിന്നെ മൊത്തത്തിൽ ഈ ചാർജിങ് സെറ്റപ്പിൽ 2300 ചാർജിങ് സൈക്കിളൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട്. സോ ഓവറോൾ ബാറ്ററിയും ഇതിൻ്റെ പെർഫോമൻസും നന്നായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് മറ്റൊരു ഘടകം ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് XOS 15 ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. പുതിയ സ്റ്റൈലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരുടെ UI പൊതുവേ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു സംഭവമൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നൈസ് ആക്കിയിട്ടുണ്ട്. ഓൾ ന്യൂ XOS ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് തന്നെയാണ്. ഇതിൻ്റെ ഓപ്പണിംഗ്, ക്ലോസിംഗ്, ആനിമേഷനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും വളരെ സ്മൂത്ത് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഐക്കൺസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ജസ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വാൾപേപ്പർ, ഐക്കൺസ് എല്ലാ സ്റ്റൈലുകളും, ഇത് സർക്കിൾ ആക്കണോ, എങ്ങനെ സ്ക്വയർ ആക്കണോ, ഏത് സ്റ്റൈലിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐക്കൺസ് മാറ്റാം, കളറുകൾ മാറ്റാം. കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ ഇതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ എല്ലാത്തിനും പുറമെ ഡൈനാമിക് ബാർ, അതായത് ഈ മുകളിലെ ക്യാമറ ഐക്കണിൻ്റെ ഭാഗത്ത് ഡൈനാമിക് ബാർ പോലെ നമുക്ക് പല നോട്ടിഫിക്കേഷനുകൾ വരുമ്പോൾ അതിങ്ങനെ ടൈമറോ ക്ലോക്കോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവിടെ ഡൈനാമിക് ബാർ പോലെ കാണുന്ന സംവിധാനമുണ്ട്. പിന്നെ സ്മാർട്ട് പാനൽ, ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ സൈഡിലൊരു പാനൽ വരും. അതിനകത്ത് ഒട്ടനവധി ഫംഗ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും. സോ ഇങ്ങനെയുള്ള കുറേയധികം നല്ല നല്ല ഫീച്ചറുകൾ ഉൾപ്പെടുത്തി ഇവരുടെ UI ഇവർ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട് കണ്ടു നോക്കിക്കോളൂ. സെൽഫി ക്യാമറ ഇമേജുകൾ എങ്ങനെയുണ്ട്? ഡേ ലൈറ്റിലും
ഇൻഡോർ ലൈറ്റിൽ ഞാൻ എടുത്ത ഫോട്ടോസ് ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ആ ഒരു പ്രൈസ് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാണ്. വീഡിയോ സാമ്പിൾ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഡേ ലൈറ്റും ആർട്ടിഫിഷ്യൽ ലൈറ്റും ഉള്ള വീഡിയോസും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. സെൽഫി വീഡിയോസ്, മെയിൻ ക്യാമറ ഇമേജുകളും ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഇതിന്റെ ക്യാമറയിൽ ഈ രീതിയിലാണ് സെറ്റപ്പ്. മെയിൻ ക്യാമറയിൽ 4K തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാം. അതിന്റെ സാമ്പിൾ എന്താ ഇവിടെ കാണാം. സോ ഇത് ഡേ ലൈറ്റിലും ഇൻഡോർ ലൈറ്റിലും ഞാൻ കാണിക്കുന്നുണ്ട്. സോ ക്യാമറ എങ്ങനെയുണ്ട്? 12,000 13,000 കൊടുത്തത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഓക്കെ ആവും. അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. വലിയ കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പായിട്ട് തന്നെയാണ് കേട്ടോ ഇതും എനിക്ക് തോന്നിയത്. പിന്നെ ക്യാമറയുടെ ഭാഗത്ത് ഒരു ഫൺ പരിപാടിയുണ്ട്. AIGC എന്ന് പറയുന്ന ഒരു പോർട്രേറ്റ് സംവിധാനം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് അപ്പോൾ ഈ ഒരു മോറൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AI ആ ഒരു പോർട്രേറ്റിൻ്റെ ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അത് എടുത്തുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ആ എടുക്കുന്ന ഫോട്ടോസിനെ ഇത് പ്രത്യേക രീതിയിലൊക്കെ ഫൺ രീതിയിലൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് ഭംഗിയാക്കി കയ്യിലോട്ട് തരുന്ന ഒരു സ്പെഷ്യൽ ഫൺ പരിപാടിയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ അതൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സോ അപ്പോൾ ക്യാമറ കൊള്ളാം. ഇതിൻ്റെ ഡിസ്പ്ലേ അതും ഒട്ടും മോശമല്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് 5 ഹോൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 6.7 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ ആണ്. 560 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഔട്ട്ഡോർ പീക്ക് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നത് 672 നിറ്റ്സ് ആണ്. ഡീസെന്റ് എന്ന് പറയാം. തീർച്ചയായിട്ടും ഡീസെന്റ് ആയിട്ടുണ്ട്. വലിയ അപാകതയില്ല. ഇവിടെ മറ്റ് മൾട്ടിമീഡിയ കണ്ടന്റുകൾ ആസ്വദിക്കുമ്പോൾ ഒരു രീതിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അതും വലിയ അപാകതയില്ലാത്ത സെറ്റപ്പാണ്. അതിന്റെ സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. വലിയ കുഴപ്പമില്ല. ഈ ഒരു വിലയ്ക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. സോ ഓവറോൾ ഇതിന്റെ ഡിസ്പ്ലേ മൾട്ടിമീഡിയ എക്സ്പീരിയൻസും വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യണം. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. ബാക്കിയുള്ളവർ കൂടി ഉപകാരപ്പെടും. എല്ലാവരും കമന്റ് കൂടി നോക്കുക. ഇനി ഇവർ പുതിയ UIയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഒട്ടനവധി AI ഫീച്ചറുകളും കൊണ്ടുവന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതായത് സർക്കിൾ ടു സെർച്ച്, അതിപ്പോൾ എല്ലാ ഫോണുകളിലും വരുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇങ്ങനെ വരും. അതിന് സർക്കിൾ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. വെരി ഈസി. AI നോട്ട്, നിങ്ങൾക്ക് നോട്ടൊക്കെ AI വെച്ചുകൊണ്ട് റൈറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്ന സൗകര്യം വരുന്നുണ്ട്. പിന്നെ റൈറ്റിംഗ് അസിസ്റ്റന്റ്, നമ്മൾ നിങ്ങൾ റൈറ്റ് ചെയ്യുമ്പോൾ പ്രൂഫ് റീഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ ഓപ്ഷനുകൾ വരും. പല ഫോണുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ AI റൈറ്റിംഗ് ടൂൾ എന്ന് പറയുന്ന സംവിധാനം, അത് ഇതിലും വരികയാണ്. പിന്നെ ഡോക്യുമെന്റ് അസിസ്റ്റ്, അതിന് താഴെ തന്നെ നമുക്ക് ഒരു ഡോക്യുമെന്റ്, വലിയ ഡോക്യുമെന്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സമ്മറൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവിടെയുണ്ട്. സോ സമ്മറൈസ് ചെയ്ത് തരും. സോ അത് ഒരു സൗകര്യപ്രദമായ കാര്യമായി. പിന്നെ കോൾ അസിസ്റ്റന്റ്, നമ്മൾ കോൾ ചെയ്യുമ്പോൾ കോളിനെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് തരാൻ, ലൈവായിട്ട് തന്നെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് തരാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഓട്ടോ ആൻസർ, അതേപോലെ സമ്മറൈസ്, കോളിനെ സമ്മറൈസ് ചെയ്തിരുന്ന പരിപാടി, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്കിപ്പോൾ കോളിന്റെ ഭാഗത്തും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒട്ടനവധി AI ഫീച്ചറുകൾ, പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്ന ഒരുവിധ എല്ലാ AI ഫീച്ചേഴ്സും ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ IR സെൻസർ, IR റിമോട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന IR സെൻസർ വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ആണ്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. Wi-Fi 6 ഉണ്ട്. FM റേഡിയോ ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുവിധം എല്ലാ ഘടകങ്ങളും ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസിന് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വില 12,000 രൂപ റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെയും ഓഫർ പ്രൈസ്, ലോഞ്ച് ഡേ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഉണ്ട്. 10,499 ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാണ്. ഇൻക്ലൂസീവ് ഓഫ് ഓൾ ഓഫേഴ്സ് ആണ് കേട്ടോ. അതായത് ഇതിൽ എന്തൊക്കെ ഓഫർ ഉണ്ടെന്നുള്ളത് ഞാൻ അവിടെ സ്ക്രീനിൽ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ചെക്ക് ചെയ്യുക. എല്ലാ ഓഫറോടൊക്കെ നിങ്ങൾക്ക് 10,499 ഈ ഫോൺ വാങ്ങിക്കാൻ പറ്റും. ആ പ്രൈസിനാണ് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും കിട്ടുന്നത്. അതായത് ഇംപ്രസീവായ പെർഫോമൻസ് ഉണ്ട്, ഗെയിമിംഗ് മോഡ് എല്ലാ ഘടകങ്ങളും ഉണ്ട്, നല്ല ഡ്യൂറബിലിറ്റി, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ അടക്കമുള്ള ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഡയമൻസിറ്റി 7300 അൾട്ടിമേറ്റിന്റെ പെർഫോമൻസ്, 120 ഹെർട്സിന്റെ നല്ല ഡിസ്പ്ലേ ഉണ്ട്, 5500 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്, IP64 റേറ്റിംഗ്, 2300 ചാർജിങ് സൈക്കിള്, റിവേഴ്സ് ചാർജിങ്, അതേപോലെ ബൈപ്പാസ് ചാർജിങ്, മൊത്തത്തിൽ എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഈ ഒരു വിലയ്ക്ക് ഈ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന പ്രൈസ് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഇതിന്റെ സ്പെക്ക് ടു പ്രൈസ് റേഷ്യോ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാലും നിങ്ങൾ ഇത് കണ്ടതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലാക്കിയാലും എന്ത് തോന്നി? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യുക. എല്ലാവരും കമൻറ്റ് കൂടി നോക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. നമ്മുടെ ഇത് ഒരു അൺബോക്സിംഗ് ഒരു ഇനീഷ്യൽ ഇംപ്രഷനാണ്. എന്നെ സംബന്ധിച്ച് സംഗതി അടിപൊളിയായിട്ടുണ്ട്. ഈ പ്രൈസ് ടു സ്പെക്ക് പ്രപ്പോർഷൻ വെച്ച് നോക്കിയാൽ സെറ്റ് സംഭവമായിട്ടുണ്ട്. പക്ഷേ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും നോക്കുക, സംഗതി എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങളും പറയും. ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. പ്രൈസും അതുപോലെ ഓഫർ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.